ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് ബ്ലോക്ക് ദെൻ ഇയാളുടെ റിപ്പിന് വേണമെങ്കിൽ കൊടുക്കാം, ഇയാളെ ബാക്ക് കിക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ഒഴിവാക്കാം, ഇയാൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് വേണമെങ്കിൽ കിക്ക് ചെയ്യാം, വേണമെങ്കിൽ പഞ്ച് ചെയ്യാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബോക്സിങ്ങിനെ പഞ്ചിനെ എങ്ങനെയൊക്കെ ഡിഫെൻഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കിക്ക് ബോക്സിങ്ങിലെ കിക്കിനെ എങ്ങനെയൊക്കെ ഡിഫെൻഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ഹായ് ഗൈസ്, വൈസ് ടോക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബോക്സിംഗ് പാർട്ട് 7 എത്തിയിരിക്കുകയാണ്. സോ ഇതുവരെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു. സോ ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ട്രിക്സിന് വേണ്ടി നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം നിങ്ങളൊരു ഫിറ്റ്നസ് ഇഷ്ടപ്പെടുന്നവരാണ്, ബോക്സിംഗ് കണ്ടൻറ്റുകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. സോ വീഡിയോയിലോട്ട് പോകും. ഫസ്റ്റ് നമ്മുടെ കിക്ക് ബോക്സിങ്ങിലെ ഫസ്റ്റ് കിക്കിൻ്റെ ഡിഫെൻസീവ് മെത്തേഡാണ് കാണിക്കാൻ പോകുന്നത്. ഫസ്റ്റ് കിക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട് കിക്ക്, നമ്മുടെ ഗാർഡ് പൊസിഷനിൽ നിൽക്കുന്നു, ദെൻ ഫ്രണ്ട് കിക്ക്. ഓക്കെ, ഫ്രണ്ട് കിക്ക്. ഈ ഫ്രണ്ട് കിക്കിൻ്റെ ഡിഫെൻസീവ് മെത്തേഡാണ് കാണിക്കാൻ പോകുന്നത്. ഫ്രണ്ട് കിക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മുടെ ഒരു ഫുൾ കിക്കിൻ്റെ ട്യൂട്ടോറിയൽ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഇയാൾ എന്നെ കിക്ക് ചെയ്യാൻ പോവാണ്. ഇയാൾ ഇപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഇയാളുടെ റൈറ്റ് ലെഗ് കൊണ്ടാണ് എന്നെ കിക്ക് ചെയ്യുന്നതെങ്കിൽ ഞാൻ എൻ്റെ റൈറ്റ് ഹാൻഡ് കൊണ്ട് തന്നെയാണ് ഡിഫെൻഡ് ചെയ്യുന്നത്. കാണിക്കാം. ഇയാൾ കിക്ക് ചെയ്യുമ്പോൾ ഞാൻ ജസ്റ്റ് ഗാർഡ് പൊസിഷനിൽ നിന്ന് വരുന്നു, ദെൻ ബ്ലോക്ക് ചെയ്യുന്നു. കിക്ക് ബ്ലോക്ക്, അതായത് ജസ്റ്റ് ബ്ലോക്ക്. കണ്ടില്ലേ, ബ്ലോക്ക്. ഇത്രയേ ഉള്ളൂ ബ്ലോക്ക്. ഇത് ഒരു കാരണവശാലും നമ്മൾ ഇടത്തേക്കായി ഉപയോഗിച്ചിട്ട്, അതായത് ഇയാൾ റൈറ്റ് ലെഗ് കൊണ്ട് കിക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇടത്തേക്കായി ഉപയോഗിച്ചിട്ട് ഇങ്ങോട്ടേക്ക് ബ്ലോക്ക് ചെയ്യരുത്. കാരണം കിക്ക് ഇങ്ങോട്ടേക്ക് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾ റെഡി പൊസിഷനിൽ നിന്ന് വന്നെത്തി, അതായത് ഇയാളുടെ ഗാർഡ് പൊസിഷനിലേക്ക് തന്നെ ഇയാൾ തിരിച്ചെത്തി. കണ്ടില്ലേ, ഇയാൾക്ക് വേണമെങ്കിൽ അവിടെ നിന്നിട്ട് തന്നെ അടുത്ത അറ്റാക്കും ചെയ്യാം, വേണമെങ്കിൽ ഈ കാലം കൊണ്ട് പിന്നെ എന്നെ കിക്ക് ചെയ്യാം. നേരെ മറിച്ച് ഇയാൾ റൈറ്റ് ലെഗ് കൊണ്ട് കിക്ക് ചെയ്യുമ്പോൾ ഞാനും സെയിം റൈറ്റ് ഹാൻഡ് കൊണ്ട് ബ്ലോക്ക് ചെയ്യുമ്പോൾ കാണിക്കേ എനിക്ക് തട്ടിയിട്ട് കണ്ടോ, ഇയാൾ അൺസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഇയാൾ അൺസ്റ്റാൻഡ് ചെയ്തിട്ട് വേണമെങ്കിൽ കിക്ക് ചെയ്യാം, വേണമെങ്കിൽ പഞ്ച് ചെയ്യാം, ഇയാളെ ഫേസിലേക്ക് കിക്ക് ചെയ്തിട്ട് നോക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റും. ഒന്നുകൂടെ കാണിക്കാം. ദെൻ കിക്ക് അൺബാലൻസിങ്. കണ്ടില്ലേ, അപ്പോൾ ഒരു കാരണവശാലും ഇയാളുടെ പൊസിഷനിലേക്ക് ഇങ്ങോട്ടേക്ക് ചെയ്യാനായിട്ട് പാടില്ല. കാരണം ഇയാൾ തിരിച്ച് ഗാർഡ് പൊസിഷനിലേക്ക് തന്നെ വന്ന് നിൽക്കും. അപ്പോൾ ഇയാളുടെ ലെഫ്റ്റ് ലെഗ് കൊണ്ടാണ് കിക്ക് ചെയ്യുന്നതെങ്കിൽ ഞാൻ എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ബ്ലോക്ക് ചെയ്യുന്നു. ലെഫ്റ്റ്. കണ്ടില്ലേ, ഇയാളുടെ അൺബാലൻസ്ഡായി കണ്ടില്ലേ. എനിക്ക് വേണമെങ്കിൽ ദെൻ ഫേസിലേക്ക് ഒരു കിക്ക് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഫ്രണ്ട് കിക്കിൻ്റെ ഡിഫെൻസീവ് മെത്തേഡ്. ഇതേപോലെ തന്നെ നമ്മുടെ സൈഡ് കിക്ക് വരുന്ന സമയത്ത്, ഇപ്പോൾ ഇയാൾ ഫ്രണ്ട് കിക്ക് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ബ്ലോക്ക് ചെയ്തത്. ഇതേപോലെ തന്നെ നമ്മുടെ സൈഡ് കിക്ക് വരുമ്പോൾ, സൈഡ് കിക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഷോ കാണിക്കാം. ജസ്റ്റ് ഇയാൾ ഇവിടെ വരുന്നു, ദെൻ ചെസ്റ്റിൻ്റെ അവിടേക്ക് ജസ്റ്റ് കിക്ക്. ഇതാണ് സൈഡ് കിക്ക്. ഓക്കെ, ഇനി സൈഡ് കിക്ക് വരുന്ന സമയത്ത് ഞാൻ എങ്ങനെയാണ് ഡിഫെൻഡ് ചെയ്യുന്നതെന്ന് കാണിക്കാം. സെയിം തന്നെ ഏകദേശം ഇയാളുടെ റൈറ്റ് ലെഗ് കൊണ്ട് കിക്ക് ചെയ്യാൻ വരികയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ബ്ലോക്ക്. കണ്ടില്ലേ, ജസ്റ്റ് ബ്ലോക്ക് ചെയ്ത് ആ സ്പോട്ട് ടൈമിൽ തന്നെ ഞാൻ തിരിച്ച് ഗാർഡ് പൊസിഷനിലേക്ക് വരുന്നു, ജസ്റ്റ് ബ്ലോക്ക്. ദെൻ വേണമെങ്കിൽ ഒരു ഫ്ലാഷ് കിക്കോ ആഷ് കിക്കോ എന്താ അതിൻ്റെ പേര്, ആ കിക്ക് ഇടാം. ഓക്കെ, അപ്പോൾ അത് വേണമെങ്കിൽ അത് ചെയ്യാം. ദെൻ ഒന്നുകൂടെ എനിക്ക് വേണമെങ്കിൽ കയറി ഇയാളുടെ ഫേസിലേക്ക് പഞ്ച് ചെയ്യാം. ദെൻ റിബ് കിക്ക്. ദെൻ എല്ലാ കിക്കും വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതൊരു കോംബോ ആയിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ചെയ്യാം. ഇതേപോലെ തന്നെ ഇയാളുടെ റൈറ്റ് ലെഗ് കൊണ്ട് കിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ റൈറ്റ് ഹാൻഡ് കൊണ്ട് ബ്ലോക്ക് ചെയ്യുന്നു. ദെൻ ലെഫ്റ്റ് ലെഗ് കൊണ്ട് കിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെയിം ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നു. സെയിം മെത്തേഡ് തന്നെയാണ് ഫ്രണ്ട് കിക്കിനും സൈഡ് കിക്കിനും വരുന്നത്. ഒരു കാരണവശാലും നിങ്ങൾ ഫ്രണ്ട് കിക്കിലും സൈഡ് കിക്കിലും ഇങ്ങനെ ഗാർഡ് പൊസിഷനിൽ നിന്നിട്ട് ഇങ്ങനെ ബ്ലോക്ക് ചെയ്യരുത്. കാരണം ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ കൂടെ പവർഫുൾ കിക്കിൻ്റെ എൻട്രി സുഖമായിട്ട് വരും, നമ്മുടെ ഫേസിലോ ചെസ്റ്റിലോ ഇടിയുള്ളൂ. ഒരു കാരണവശാലും ഇങ്ങനെ ചെയ്ത് ബ്ലോക്ക് ചെയ്യരുത്. കിക്ക് ഇങ്ങനെ ചെയ്ത് ബ്ലോക്ക് ചെയ്താൽ സുഖമായിട്ട് നമ്മുടെ അറ്റാക്ക് ഇങ്ങോട്ട് വരും. ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഇത് ഇത്രയും പവർഫുള്ളാക്കി വെച്ചാലും ചിലപ്പോൾ ഇതിന് കിക്ക് ചെയ്താൽ നമ്മൾ തെറിച്ച് പോകും. ഉറപ്പാണ്. ഇവിടെ കിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചവിട്ടി തെറിപ്പിച്ച് കണ്ടില്ലേ, എൻ്റെ കൈ തന്നെ എനിക്ക് ഫേസിലേക്ക് ഇഞ്ചറി വരുന്നുണ്ട്. അപ്പോൾ അത് ഒരു കാരണവശാലും ഇങ്ങനെ ചെയ്യരുത്. ഇയാൾക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓപ്പൺ ആണ്, ഇയാൾക്ക് വേണമെങ്കിൽ എൻ്റെ വയറിന് കിക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇതേപോലെ തന്നെ സൈഡ് കിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യരുത്. ഓക്കെ, ദെൻ ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ ചെസ്റ്റ് ബോഡി വെച്ച് കൊടുക്കുകയും ചെയ്യരുത്. അറ്റ്ലീസ്റ്റ് ഇങ്ങനെങ്കിലും തട്ടി ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഈ രീതിയിൽ നമ്മൾ നിൽക്കുക. ഇവിടെ കിക്ക് ചെയ്താലും നമുക്ക് ഡിഫെൻഡ് ചെയ്ത് നിൽക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. ഓക്കെ, കിക്ക് ചെയ്ത്
അറ്റ്ലീസ്റ്റ് ഇങ്ങനെങ്കിലും തട്ടി ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒരിക്കലും ബോഡി നിന്ന് കൊടുക്കരുത്. ഇനി അടുത്തത് ലോ കിക്ക്, മിഡിൽ കിക്ക്, സ്നാപ്പ് കിക്ക്. ഈ 3 കിക്കിൻ്റെയും ഡിഫൻസീവ് മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ലോ കിക്കിൻ്റെ ഡിഫൻസീവ് മെത്തേഡ്. ലോ കിക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഓപ്പണൻറ്റിൻ്റെ തൈസിന് നമ്മുടെ ഷിൻ ഭാഗം കൊണ്ട് അറ്റാക്ക് ചെയ്യുന്നതാണ് ലോ കിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ലോ കിക്ക്. ഇതിന് നമ്മൾ ഡിഫെൻഡ് ചെയ്യുന്നത് 3 തരത്തിലുണ്ട്. ഓക്കെ, ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ലോ കിക്ക് ചെയ്യുന്ന സമയത്ത് ഇയാളുടെ കിക്കിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ ചവിട്ടി ബ്ലോക്ക് ചെയ്യുന്നതാണ്. കിക്ക്, ബ്ലോക്ക്, സി ബ്ലോക്ക്, ബ്ലോക്ക്, കിക്ക്, ബ്ലോക്ക്. കണ്ടില്ലേ, ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുന്നതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ മൗത്തായിലൊക്കെ വരുന്ന തരത്തിലുള്ള ബ്ലോക്ക്. കിക്ക്, ബ്ലോക്ക്. കണ്ടില്ലേ, നമ്മുടെ ഷിന്നുകൊണ്ട് തന്നെ ഓപ്പണൻറ്റിൻ്റെ കിക്കിനെ ബ്ലോക്ക് ചെയ്യുന്നു. ജസ്റ്റ് കിക്ക്, ബ്ലോക്ക്. ഇപ്പോൾ ഇയാൾ നല്ല പവർഫുള്ളായിട്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷിന്നിന് കൊണ്ടു കഴിഞ്ഞാൽ ഇയാളുടെ ഷിന്നിന് നല്ല പെയിൻ എടുക്കും. സോ നല്ല പവർഫുൾ കിക്ക് വരുമ്പോൾ ഏറ്റവും യൂസേജ് എനിക്ക് തോന്നുന്നു നമ്മുടെ ഷിന്ന് ഉറപ്പല്ലെങ്കിൽ നമ്മുടെ ഷിന്നിനും പെയിൻ ഉണ്ടാവും. സോ ഈ 2 ഇതിലേതെങ്കിലും ഉപയോഗിക്കാം. പിന്നെ മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഈ 2 കിക്ക് അല്ലാതെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചില കിക്കുകൾ അടിച്ചിട്ട് കറങ്ങുന്ന ടൈപ്പ് കിക്കുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ നല്ല ഫോഴ്സിൽ വരുന്ന കിക്കുകൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ജസ്റ്റ് സ്റ്റെപ്പ് ബാക്ക് മെത്തേഡ് പോലെ തന്നെ കിക്ക് ചെയ്ത് ജസ്റ്റ് കാല് കണ്ടോ, ജസ്റ്റ് ഇങ്ങോട്ടേക്ക് സ്റ്റെപ്പ് ബാക്ക് ചെയ്തിട്ട് നമുക്ക് വ്യൂ ചെയ്താണ് ഡിഫെൻസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ കണ്ടില്ലേ, ജസ്റ്റ് സ്റ്റെപ്പ് ബാക്ക് പെട്ടെന്ന് കണ്ടില്ലേ. ഇവിടുന്ന് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇനി അടുത്തത് റിബിന് കിക്ക് വരുമ്പോൾ, അതായത് മിഡിൽ കിക്കിന് മിഡിൽ സൈസിൽ ഇങ്ങനെ കിക്ക് വരുമ്പോൾ റിബിന് ഇങ്ങനെ കിക്ക് വരുമ്പോൾ എങ്ങനെയൊക്കെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളത് നോക്കാം. നമ്മൾ ഇവിടെ സാധാരണ പഞ്ച് വരുന്ന സമയത്ത് നമ്മുടെ ഗാർഡ് പൊസിഷൻ കൊണ്ട് ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുന്നതാണ് പതിവ്. പക്ഷേ കിക്ക് വരുന്ന സമയത്ത് ഇങ്ങനെയും ബ്ലോക്ക് ചെയ്യാം. പക്ഷേ നല്ല രീതിക്ക് പവർഫുള്ളായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കൈയിൻ്റെ എല്ലിനും കൂടെ ഇഞ്ചുറി വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ ആ സമയത്ത് നമ്മുടെ മൗത്തായിലൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ബ്ലോക്ക്, ലോ കിക്കിൻ്റെ ഏകദേശം സെയിം തന്നെ ബ്ലോക്ക്, മിഡിൽ കിക്കിന് സെയിം ഇങ്ങനെ ബ്ലോക്ക് ചെയ്യാം. സി ഇങ്ങനെ ബ്ലോക്ക് ചെയ്യാം, ബ്ലോക്ക് ചെയ്യാം. ഇപ്പം ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് ബ്ലോക്ക്, ദെൻ ഇയാളുടെ റിബിന് വേണമെങ്കിൽ കൊടുക്കാം, ഇയാളെ ബാക്ക് കിക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ഒഴിവാക്കാം, എന്ത് വേണമെങ്കിലും നമുക്ക് അപ്പോൾ ചെയ്യാൻ പറ്റും. അടുത്ത കിക്ക് എന്ന് പറയുന്നത് സ്നാപ്പ് കിക്കാണ്. നമ്മുടെ ഫേസിലേക്ക് കിക്ക് ചെയ്യുന്ന ബോക്സിങ്ങിലും കിക്ക് ബോക്സിങ്ങിലും ഒക്കെ തന്നെ ഏറ്റവും പവർഫുള്ളും സ്റ്റൈലിഷും ഡേഞ്ചറസ് ആയിട്ടുള്ള കിക്കാണ്. എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ട കിക്കാണ് ഇങ്ങനെ ഫേസിലേക്ക് കിക്ക് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതെങ്ങനെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളത് നോക്കാം. നമ്മൾ ഗാർഡ് പൊസിഷൻ നിൽക്കുന്നു, ദെൻ കിക്ക്, ബ്ലോക്ക്. കണ്ടില്ലേ എങ്ങനെ ബ്ലോക്ക് ചെയ്യുന്ന അറിയാലോ. അത് ജസ്റ്റ് ബ്ലോക്ക്, അതായത് നമ്മുടെ ഗാർഡ് ഉപയോഗിച്ചിട്ട് തന്നെ നല്ല രീതിക്ക് ബ്ലോക്ക് ചെയ്യുക. ഇത് ബ്ലോക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കൈ ഒരിക്കലും പവർഫുൾ അല്ലാതെ ഇരിക്കരുത്. കാരണം ഇത് കുഴച്ചിട്ട് കഴിഞ്ഞാൽ, ലൂസാക്കിയിട്ട് കഴിഞ്ഞാൽ ഇയാളുടെ കിക്ക് വന്ന് നമ്മളെ കൈക്കടിക്കും, കൈ വന്ന് നമ്മുടെ ഫേസിലും അടിക്കും. അങ്ങനെ മൊത്തത്തിലൊരു ഇടിക്കൂട്ടം അവിടെ സംഭവിക്കും. സോ ബ്ലോക്കും കൂട്ടി അടിക്കുന്ന ടീംസ് ഉണ്ട്. ഓപ്പണൻറ്റ് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുമ്പോൾ ബ്ലോക്കും കൂട്ടിയിട്ട് കൈക്കടിക്കുന്ന ടീംസ് ഉണ്ട്. ഇങ്ങനെ അടിക്കുമ്പോൾ ഇയാളുടെ കൈ തന്നെ ഇയാളുടെ തലയ്ക്ക് പോയിട്ട് ഇഞ്ചുറി ആവും. സോ ഇത് നല്ല പവർഫുള്ളായിട്ട് വെച്ച് കൊടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മൗത്തായാലൊക്കെ ഉപയോഗിക്കുന്ന ബ്ലോക്ക് ഇങ്ങനെ ബ്ലോക്ക് ചെയ്തെടുക്കണം. ഇതാണ് കുറച്ചും കൂടെ സേഫ് എനിക്ക് തോന്നുന്നു ചെയ്ത് ഇത്. പിന്നെ രണ്ടാമത്തെ ഒരു മെത്തേഡ്, ഇയാൾ കിക്ക് ചെയ്യുന്ന സമയത്ത് അവിടുന്ന് തന്നെ ബ്ലോക്ക് ചെയ്യുന്നത്, സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെ നമുക്ക് ബ്ലോക്ക് ചെയ്യാം. പിന്നെ മൂന്നാമത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ, അതായത് റൗണ്ട് ഹൗസ് കിക്ക് ഉണ്ട്. അതായത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്നാപ്പ് കിക്ക് തന്നെ ഫുള്ളായിട്ട് റൗണ്ട് ചെയ്ത് വരും. അതായത് ജസ്റ്റ് ഇങ്ങനെ കിക്ക് ചെയ്ത് ഇങ്ങോട്ട് റൗണ്ട് ചെയ്യുന്ന കിക്കുകളുണ്ട്. അപ്പോൾ ആ ടൈപ്പ് കിക്കുകളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ വ്യൂ ചെയ്താൽ മാത്രം മതി. ജസ്റ്റ് സ്റ്റെപ്പ് ബാക്ക് ആൻഡ് നമ്മുടെ ഗാർഡ് പൊസിഷൻ, വൺ മോർ, ദെൻ സ്റ്റെപ്പ് ബാക്ക്. നമുക്ക് വേണമെങ്കിൽ തിരിച്ച് അറ്റാക്ക് ചെയ്യാം ആ സ്പോട്ടിൽ തന്നെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ ഇന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ട്രിക്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ കമൻസൊക്കെ താഴെ കുറിക്കണം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസ് ചോദിക്കാവുന്നതാണ്. അപ്പോൾ സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.